ഹായ് എല്ലാ കൂട്ടുകാർക്കും റാങ്ക് ഫയലിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് ലഭിച്ച സ്കോർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഈ മോക്ക് ടെസ്റ്റിൻ്റെ PDF നോട്ട് റാങ്ക് ഫയലിൻ്റെ ടെലഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതുകൂടെ പ്രയോജനപ്പെടുത്തുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് കടന്നാലോ. ഒന്നാമത്തെ ചോദ്യം, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജനിച്ച വർഷം. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജനിച്ച വർഷം. ഓപ്ഷൻ എ 1880, ഓപ്ഷൻ ബി 1884, ഓപ്ഷൻ സി 1888, ഓപ്ഷൻ ഡി 1890. ഉത്തരം ഓപ്ഷൻ സി 1888. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജനിച്ച വർഷം 1888. രണ്ടാമത്തെ ചോദ്യം, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വർഷം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വർഷം. ഓപ്ഷൻ എ 1960, ഓപ്ഷൻ ബി 1962, ഓപ്ഷൻ സി 1964, ഓപ്ഷൻ ഡി 1967. ഉത്തരം ഓപ്ഷൻ ബി 1962. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വർഷം 1962. മൂന്നാമത്തെ ചോദ്യം, ഡോക്ടർ രാധാകൃഷ്ണന് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചത് എപ്പോഴാണ്? ഡോക്ടർ രാധാകൃഷ്ണന് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ എ 1950, ഓപ്ഷൻ ബി 1954, ഓപ്ഷൻ സി 1955, ഓപ്ഷൻ ഡി 1960. ഉത്തരം ഓപ്ഷൻ ബി 1954. ഡോക്ടർ രാധാകൃഷ്ണന് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചത് 1954. നാലാമത്തെ ചോദ്യം, ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ലിഖിത കൃതികൾ ഏതൊക്കെയാണ്? 1. കിഴക്കും പടിഞ്ഞാറും ചില പ്രതിഫലനങ്ങൾ. 2. ഉപനിഷത്തുകളുടെ തത്വചിന്ത. 3. ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ആദർശവാദ വീക്ഷണം. 4. കിഴക്കൻ മതങ്ങളും പാശ്ചാത്യ ചിന്തയും. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 2, 3, ഓപ്ഷൻ ഡി 1, 2, 3, 4. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4. കിഴക്കും പടിഞ്ഞാറും ചില പ്രതിഫലനങ്ങൾ, ഉപനിഷത്തുകളുടെ തത്വചിന്ത, ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ആദർശവാദ വീക്ഷണം, കിഴക്കൻ മതങ്ങളും പാശ്ചാത്യ ചിന്തയും. അഞ്ചാമത്തെ ചോദ്യം, ഏത് വർഷത്തിലാണ് ഡോക്ടർ രാധാകൃഷ്ണൻ യുനെസ്കോയുടെ എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏത് വർഷമാണ് ഡോക്ടർ രാധാകൃഷ്ണൻ യുനെസ്കോയുടെ എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ എ 1948, ഓപ്ഷൻ ബി 1949, ഓപ്ഷൻ സി 1950, ഓപ്ഷൻ ഡി 1951. ഉത്തരം ഓപ്ഷൻ എ 1948. ഏത് വർഷത്തിലാണ് ഡോക്ടർ രാധാകൃഷ്ണൻ യുനെസ്കോയുടെ എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 1948.
ആറാമത്തെ ചോദ്യം. ഡോക്ടർ രാധാകൃഷ്ണനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. 1. 1936 ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ സ്പാൽഡിംഗ് പ്രൊഫസറായി അദ്ദേഹത്തെ നാമകരണം ചെയ്തു. 2. ഓൾ സോൾസ് കോളേജിൻ്റെ ഫെലോ ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 3. 1946 അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം, ഓപ്ഷൻ സി 1ഉം 3ഉം, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം. ശരിയായ പ്രസ്താവനകൾ: 1936 ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ സ്പാൽഡിംഗ് പ്രൊഫസറായി അദ്ദേഹത്തെ നാമകരണം ചെയ്തു. ഓൾ സോൾസ് കോളേജിൻ്റെ ഫെലോ ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1946 അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഏഴാമത്തെ ചോദ്യം. സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. സാഹിത്യ അക്കാദമി നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി എഴുത്തുകാരൻ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന് നൽകിയത് ഏത് വർഷമാണ്? സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എഴുത്തുകാരൻ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന് നൽകിയത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1963, ഓപ്ഷൻ ബി 1965, ഓപ്ഷൻ സി 1968, ഓപ്ഷൻ ഡി 1970. ഉത്തരം ഓപ്ഷൻ സി 1968. സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എഴുത്തുകാരൻ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന് നൽകിയത് 1968. എട്ടാമത്തെ ചോദ്യം. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ പൗരസ്ത്യ മതങ്ങളുടെയും ധാർമ്മികതയുടെയും സ്പാൽഡിംഗ് പ്രൊഫസറായി നിയമിച്ചത് എപ്പോഴാണ്? ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ പൗരസ്ത്യ മതങ്ങളുടെയും ധാർമ്മികതയുടെയും സ്പാൽഡിംഗ് പ്രൊഫസറായി നിയമിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ എ 1930, ഓപ്ഷൻ ബി 1933, ഓപ്ഷൻ സി 1936, ഓപ്ഷൻ ഡി 1940. ഉത്തരം ഓപ്ഷൻ സി 1936. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ പൗരസ്ത്യ മതങ്ങളുടെയും ധാർമ്മികതയുടെയും സ്പാൽഡിംഗ് പ്രൊഫസറായി നിയമിച്ചത് 1936. ഒൻപതാമത്തെ ചോദ്യം. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തിൽ ആദ്യത്തെ അധ്യാപക ദിനം ആചരിച്ചത് എപ്പോഴാണ്? ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തിൽ ആദ്യത്തെ അധ്യാപക ദിനം ആചരിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ എ 1965, ഓപ്ഷൻ ബി 1962, ഓപ്ഷൻ സി 1967, ഓപ്ഷൻ ഡി 1964. ഉത്തരം ഓപ്ഷൻ ബി 1962. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തിൽ ആദ്യത്തെ അധ്യാപക ദിനം ആചരിച്ചത് 1962. പത്താമത്തെ ചോദ്യം. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ സി സക്കീർ ഹുസൈൻ, ഓപ്ഷൻ ഡി വി ഗിരി. ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം. പൊതുവെ പുരുഷന്മാർക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത കോളേജുകളിൽ സ്ത്രീകൾക്ക് സാധാരണ സൗകര്യങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നൽകണമെന്നും സ്ത്രീകൾക്കുള്ള അവസരങ്ങൾ കുറയ്ക്കരുതെന്നും ഏത് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്?
പൊതുവെ പുരുഷന്മാർക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത കോളേജുകളിൽ സ്ത്രീകൾക്ക് സാധാരണ സൗകര്യങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നൽകണമെന്നും സ്ത്രീകൾക്കുള്ള അവസരങ്ങൾ കുറയ്ക്കരുതെന്നും ഏത് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്? ഓപ്ഷൻ എ ദുർഗാഭായ് ദേശ്മുഖ് കമ്മിറ്റി 1959. ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ 1964-66. ഓപ്ഷൻ സി ഭക്തവത്സലം കമ്മിറ്റി 1963. ഓപ്ഷൻ ഡി രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. ഉത്തരം ഓപ്ഷൻ ഡി രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. പൊതുവെ പുരുഷന്മാർക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത കോളേജുകളിൽ സ്ത്രീകൾക്ക് സാധാരണ സൗകര്യങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നൽകണമെന്നും സ്ത്രീകൾക്കുള്ള അവസരങ്ങൾ കുറയ്ക്കരുതെന്നും ഏത് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്? രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. 12ാമത്തെ ചോദ്യം. 1948 രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ആവശ്യമായ ശാസ്ത്ര സാങ്കേതിക മനുഷ്യശക്തിയുടെ ആവശ്യകത എന്നിവ നിറവേറ്റുന്നതിനായി സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ പുനർനിർമ്മാണ ലക്ഷ്യത്തോടെ ആരുടെ അധ്യക്ഷതയിലാണ് ഒരു സർവകലാശാല കമ്മീഷനെ നിയമിച്ചത്? 1948 രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനാവശ്യമായ ശാസ്ത്ര സാങ്കേതിക മനുഷ്യശക്തിയുടെ ആവശ്യകത എന്നിവ നിറവേറ്റുന്നതിനായി സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ പുനർനിർമ്മാണ ലക്ഷ്യത്തോടെ ആരുടെ അധ്യക്ഷതയിലാണ് ഒരു സർവകലാശാല കമ്മീഷനെ നിയമിച്ചത്? ഓപ്ഷൻ എ ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓപ്ഷൻ സി ഡോക്ടർ എൽ മുദലിയാർ. ഓപ്ഷൻ ഡി ഡോക്ടർ DS കോത്താരി. ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1948 രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ആവശ്യമായ ശാസ്ത്ര സാങ്കേതിക മനുഷ്യശക്തിയുടെ ആവശ്യകത എന്നിവ നിറവേറ്റുന്നതിനായി സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ പുനർനിർമ്മാണ ലക്ഷ്യത്തോടെ ആരുടെ അധ്യക്ഷതയിലാണ് ഒരു സർവകലാശാല കമ്മീഷനെ നിയമിച്ചത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം. ഉന്നത വിദ്യാഭ്യാസത്തിലെ അധ്യയന മാധ്യമം സംബന്ധിച്ച് രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? എ ഉന്നത വിദ്യാഭ്യാസ മാധ്യമം പ്രാദേശിക ഭാഷയിലായിരിക്കണം. ബി ഫെഡറൽ ഭാഷകളിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ പദാവലികൾ തയ്യാറാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. സി എല്ലാ ഫെഡറൽ ഭാഷകളും ദേവനാഗരി ലിപിയിൽ എഴുതണം. ഡി അന്താരാഷ്ട്ര ശാസ്ത്രീയ പദാവലി പദങ്ങൾ ഒഴിവാക്കണം. ഇ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇംഗ്ലീഷ് ഉടൻ തന്നെ നിരോധിക്കണം. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ B C മാത്രം. ഓപ്ഷൻ ബി C D മാത്രം. ഓപ്ഷൻ സി D E മാത്രം. ഓപ്ഷൻ ഡി A D E മാത്രം. ഉത്തരം ഓപ്ഷൻ എ B C മാത്രം. ശരിയായ ശുപാർശകൾ: ഉന്നത വിദ്യാഭ്യാസ മാധ്യമം പ്രാദേശിക ഭാഷയിലായിരിക്കണം. ഫെഡറൽ ഭാഷകളിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ പദാവലികൾ തയ്യാറാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. എല്ലാ ഫെഡറൽ ഭാഷകളും ദേവനാഗരി ലിപിയിൽ എഴുതണം. 14ാമത്തെ ചോദ്യം. പ്രസ്താവന 1. 1949 രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശകൾ 1917 കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ ശുപാർശകളോട് സാമ്യമുള്ളതാണ്. പ്രസ്താവന 2. 1953 മുതലിയാർ കമ്മീഷൻ്റെ ശുപാർശകൾ 1944 ജോൺ സർജൻ്റെ യുദ്ധാനന്തര വിദ്യാഭ്യാസ വികസന പദ്ധതിയുടെ ശുപാർശകളോട് സാമ്യമുള്ളതാണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളുടെ വെളിച്ചത്തിൽ താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന്
ഏറ്റവും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ പ്രസ്താവന 1 പ്രസ്താവന 2 ശരി. ഓപ്ഷൻ ബി പ്രസ്താവന 1 പ്രസ്താവന 2 തെറ്റ്. ഓപ്ഷൻ സി പ്രസ്താവന 1 ശരി പ്രസ്താവന 2 തെറ്റ്. ഓപ്ഷൻ ഡി പ്രസ്താവന 1 തെറ്റ് പ്രസ്താവന 2 ശരി. ഉത്തരം ഓപ്ഷൻ എ പ്രസ്താവന 1 പ്രസ്താവന 2 ശരി. ശരിയായ പ്രസ്താവനകൾ 1949 രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശകൾ 1917 കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ ശുപാർശകളോട് സാമ്യമുള്ളതാണ്. 1953 മുതലിയാർ കമ്മീഷന്റെ ശുപാർശകൾ 1944 ജോൺ സർജന്റെ യുദ്ധാനന്തര വിദ്യാഭ്യാസ വികസന പദ്ധതിയുടെ ശുപാർശകളോട് സാമ്യമുള്ളതാണ്. അടുത്ത ചോദ്യം, സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന ഏത് കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷനാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിദ്യാഭ്യാസത്തിന് പൊതുവായ അനേകം ഘടകങ്ങൾ ഉണ്ടായിരിക്കണം, എന്നാൽ ഇന്നത്തെ പോലെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ആയിരിക്കരുത് എന്ന് പ്രസ്താവിച്ചത്? സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന ഏത് കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷനാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിദ്യാഭ്യാസത്തിന് പൊതുവായ അനേകം ഘടകങ്ങൾ ഉണ്ടായിരിക്കണം, എന്നാൽ ഇന്നത്തെ പോലെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ആയിരിക്കരുത് എന്ന് പ്രസ്താവിച്ചത്? ഓപ്ഷൻ എ കസ്തൂരിരംഗൻ കമ്മിറ്റി. ഓപ്ഷൻ ബി രാധാകൃഷ്ണൻ കമ്മീഷൻ. ഓപ്ഷൻ സി ആനന്ദകൃഷ്ണൻ കമ്മിറ്റി. ഓപ്ഷൻ ഡി കോത്താരി കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ ബി രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന ഏത് കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷനാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിദ്യാഭ്യാസത്തിന് പൊതുവായ അനേകം ഘടകങ്ങൾ ഉണ്ടായിരിക്കണം, എന്നാൽ ഇന്നത്തെ പോലെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ആയിരിക്കരുത് എന്ന് പ്രസ്താവിച്ചത്? രാധാകൃഷ്ണൻ കമ്മീഷൻ. അടുത്ത ചോദ്യം, നമ്മുടെ സ്ഥാപനത്തിൽ ആത്മീയ പരിശീലനം ഒഴിവാക്കിയാൽ നമ്മുടെ മുഴുവൻ ചരിത്ര വികാസത്തോടും നമ്മൾ അസത്യവാദികളാകും എന്ന് പരാമർശിച്ച കമ്മീഷൻ ഏത്? നമ്മുടെ സ്ഥാപനത്തിൽ ആത്മീയ പരിശീലനം ഒഴിവാക്കിയാൽ നമ്മുടെ മുഴുവൻ ചരിത്ര വികാസത്തോടും നമ്മൾ അസത്യവാദികളാകും എന്ന് പരാമർശിച്ച കമ്മീഷൻ ഏത്? ഓപ്ഷൻ എ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ. ഓപ്ഷൻ സി ഡേവ് കമ്മീഷൻ. ഓപ്ഷൻ ഡി മുതലിയാർ കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ എ രാധാകൃഷ്ണൻ കമ്മീഷൻ. നമ്മുടെ സ്ഥാപനത്തിൽ ആത്മീയ പരിശീലനം ഒഴിവാക്കിയാൽ നമ്മുടെ മുഴുവൻ ചരിത്ര വികാസത്തോടും നമ്മൾ അസത്യവാദികളാകും എന്ന് പരാമർശിച്ച കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ. 17ാമത്തെ ചോദ്യം, രാധാകൃഷ്ണൻ കമ്മീഷന്റെ അഭിപ്രായത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ജനാധിപത്യ മൂല്യങ്ങൾ, സമാധാനം, ഐക്യം എന്നിവ വികസിപ്പിക്കുക. ഓപ്ഷൻ ബി രാഷ്ട്രീയം, ഭരണം, വ്യവസായം, വാണിജ്യം എന്നിവയിൽ സംഭാവനകൾ നൽകാൻ കഴിയുന്ന മഹത്തായ വ്യക്തികളെ വളർത്തിയെടുക്കുക. ഓപ്ഷൻ സി സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും സംയോജനം. ഓപ്ഷൻ ഡി സെക്കൻഡറി വിദ്യാഭ്യാസം പരിഷ്കരിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി സെക്കൻഡറി വിദ്യാഭ്യാസം പരിഷ്കരിക്കുക. രാധാകൃഷ്ണൻ കമ്മീഷന്റെ അഭിപ്രായത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ, സമാധാനം, ഐക്യം എന്നിവ വികസിപ്പിക്കുക. രാഷ്ട്രീയം, ഭരണം, വ്യവസായം, വാണിജ്യം എന്നിവയിൽ സംഭാവനകൾ നൽകാൻ കഴിയുന്ന മഹത്തായ വ്യക്തികളെ വളർത്തിയെടുക്കുക. സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും സംയോജനം. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും നല്ല സ്കോർ ലഭിച്ചോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബായ്.